Hello family. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇമ്മണി നല്ലൊരു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ആക്ച്വലി ഞങ്ങൾ കാനഡയിലോട്ട് വരാനായിട്ടൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. ഇപ്പം ഞങ്ങൾ കാനഡയിലെത്തി. അപ്പം ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നോ ഫ്രിൽസിലോട്ട് ഒരു ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് ഒരു ഷോർട്ട് കട്ട് കയറിപ്പോയാൽ നമുക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താം കേട്ടോ. ഇതൊരു കാനഡയിലെ ഒരു പറമ്പാണിത്. ആ പറമ്പിലൂടെയാണ് നമ്മൾ നമ്മുടെ ഷോർട്ട് കട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതുവഴി ഒരു 2 മിനിറ്റ് നടന്നാൽ മതി, നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താം. ഇത് ആക്ച്വലി കാനഡ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയാണ്. ട്രസ്പാസിങ്ങിന് അവർ കൊണ്ട് കേസ് കൊടുക്കും. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതെല്ലാം. ഇത് ഇതാണ്ട് നമ്മളിങ്ങനെ മെയിൻ റോഡിലെത്തി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നാട്ടിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ബസ് കയറാൻ എങ്ങോട്ട് പോകണം എന്നൊന്നും എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. ഇപ്പം ഒരുവിധമൊക്കെ പഠിച്ചു വരുന്നു. പിന്നെ നമ്മൾ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണം. ഈ ബട്ടണിൽ പിടിച്ച് ഞെക്കണം. അപ്പോഴത്തേക്ക് ഇതാ ഓപ്പോസിറ്റ് കണ്ടോ, അവിടെ വൈറ്റ് തെളിയും. നമ്മുടെ നാട്ടിൽ ഗ്രീൻ അല്ലേ വരിക ഇങ്ങനെ നടക്കാൻ ആവുന്ന സമയമാകുമ്പോഴത്തേക്കിന്, ഇവിടെ അത് നേരെ വൈറ്റ് കളറിലാണ്. ആ സമയമാകുമ്പോൾ നമുക്ക് നടക്കാം എന്നാണ് അർത്ഥം. വണ്ടികളെല്ലാം ആ സിഗ്നലിൽ നമുക്ക് നിർത്തി തരും. നമ്മൾ ഇൻ കേസ് ഇത് നമ്മൾ നടന്ന് തീരുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഈ സിഗ്നൽ അങ്ങ് മാറിപ്പോയാലുണ്ടല്ലോ ഇവരെ നിർത്തിത്തരും. അങ്ങനെ റഷൊന്നുമില്ല ഇവിടെ ആർക്കും. സിഗ്നൽ റെഡ് ആണെങ്കിൽ കൈ ഇങ്ങനെ സ്റ്റോപ്പ് പോലെ കാണിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ വൈറ്റ് സിഗ്നൽ വന്നിട്ട് പിന്നെ അത് റെഡ് കൗണ്ട് ഡൗൺ വരും. ചിലപ്പോൾ 20 സെക്കൻഡ്സ് കാണും, ചിലപ്പോൾ 10 സെക്കൻഡ്സ് കാണും. അപ്പം അതിങ്ങനെ 10, 9, 8, 7 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ സമയത്ത് നമുക്ക് നടക്കാം. അത് 0 ആവുന്നതിന് മുന്നേ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം എന്നേ ഉള്ളൂ. പിന്നെ അറിയാലോ, കാനഡ നല്ലൊരു തണുത്ത രാജ്യമാണ്. ഇപ്പോൾ വിൻ്റർ ടൈം കൂടെയാണ്. വൈകുന്നേരം 4 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം തന്നെ കണ്ടോ ഒരു 6 മണിയുടെയൊക്കെ പ്രതീതിയാണ്. ഫുൾ സ്ട്രീറ്റ് ലൈറ്റ്സും എല്ലാം തെളിഞ്ഞു. പിന്നെ എന്താ, നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പോൾ കണ്ടോ എല്ലാ വണ്ടികളും നമുക്കവിടെ നിർത്തിത്തരും. ആക്ച്വലി ഈ സമയത്ത് ഇവർ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഫൈൻ വരും അന്നേരം തന്നെ. അപ്പോൾ അത് കാരണം ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കില്ല. കാരണം വലിയ ഫൈനൊക്കെയാണ് വരിക. ഇതാണ് ഗൈസ് കാനഡയിലെ ബസ് സ്റ്റോപ്പ്, ഗ്ലാസ് ഇട്ട ബസ് സ്റ്റോപ്പ്. വലിയ പ്രയോജനമൊന്നുമില്ല, പക്ഷെ കാറ്റടിക്കാതെ നിൽക്കാം കേട്ടോ. ഓരോ ബസ് സ്റ്റോപ്പിനും ഇതുപോലെ ഓരോ കോഡ് നമ്പർ ഉണ്ടാവും. ആ കോഡ് നമ്പർ വേറൊരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കൊടുത്താൽ, ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുത്താൽ അടുത്ത ബസ് അതുവഴി എത്ര സമയത്തിനുള്ളിൽ വരും എന്നുള്ള ഇത് കിട്ടും കേട്ടോ. നമുക്ക് ലൈക്ക് ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ കുറേ സെറ്റപ്പുകളും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ അടുത്തുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഒരു മോളുണ്ട്. നമ്മളുടെ 5 മിനിറ്റ് നടന്നാൽ മതി വീട്ടിനടുത്ത്. അതാണ് കേട്ടോ ബ്രൈഡൽ വുഡ് മോൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു മെട്രോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു വലിയ ചൈനീസ് സ്റ്റോർ ഉണ്ട്, ഡോളറാമയുണ്ട്, ടിം ഹോട്ടൻസ് ഉണ്ട്, ഡൊമിനോസ് ഉണ്ട്. അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എക്സ്പ്രസ് ബസ്സുകളും ഉണ്ട്, ഓർഡിനറി ബസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പം എക്സ്പ്രസ് ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തത്തില്ല. ഓർഡിനറി ബസ് മാത്രം നിർത്തുന്ന ഒരു സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. അങ്ങനെ ആ ബസ്സൊക്കെ കയറി നമുക്കൊരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നോ ഫ്രിൽസിലെത്താം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നോ ഫ്രിൽസിൽ എത്തിയിരിക്കുകയാണ്. ഒരു സെമിത്തേരിയുടെ പുറകിലാണ് ഗായ്സ് നോ ഫ്രിൽസ് ഇരിക്കുന്നത്. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതൊരു സെമിത്തേരി ആണെന്ന് എനിക്ക് മനസ്സിലായത്. ബസ് ഇറങ്ങി ഒരു 2-3 മിനിറ്റ് നടക്കണം കേട്ടോ നമ്മൾ നോ ഫ്രിൽസിലോട്ട്. ആക്ച്വലി കാനഡയ്ക്ക് പിന്നെ സ്ഥലത്തിന് വലിയ പഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടം പോലെ പാർക്കിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഈ നോ ഫ്രിൽസിൻ്റെ ഈ പാർക്കിംഗ് ആണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഡൗൺ ടൗൺ ഏരിയയിലോട്ട് ചെന്നാൽ ഇങ്ങനെയൊന്നും അല്ല. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ, ഇച്ചിരി കടുപ്പമാണ്.
ഇവിടെ നോ ഫ്രിൽസ് മാത്രമല്ല, ആക്ച്വലി അടുത്തടുത്ത് വേറെയും കുറേ കടകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നോ ഫ്രിൽസിൻ്റെയാണ് ആ മഞ്ഞ ട്രോളി. ആക്ച്വലി ഈ മഞ്ഞ ട്രോളി എടുക്കണമെങ്കിലുണ്ടല്ലോ നമ്മളൊരു $1 ഇങ്ങനെ അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ട്രോളി തിരിച്ചവിടെ കൊണ്ട് വെച്ചാലേ നമുക്ക് ആ $1 തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ട്രോളിയൊക്കെ ചുമ്മാ അവിടെ ഇവിടെയും കൊണ്ടിടാതിരിക്കാനുള്ള ഇവരുടെ ഒരു ഐഡിയ ആണ് അത്. അതെന്തായാലും നന്നായി, നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു മയോണീസും ഒരു കാപ്പിപ്പൊടിയും വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞൊരു ബാസ്ക്കറ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ. വോണ്ട് ബി ബീറ്റ്, അതായത് ഇതാണ് ഇവരുടെ ക്യാപ്ഷൻ. ആർക്കും ഇവരുടെ വിലയെ തോൽപ്പിക്കാനാവില്ലെന്നാണ് പറയുന്നത്. ചില സമയത്തൊക്കെ അതൊരു സത്യമായിട്ടുള്ള കാര്യമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം 4-5 കിലോ സവോളയൊക്കെ എനിക്ക് $2 $2.50 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ പഞ്ചസാരയ്ക്കൊക്കെ നല്ല വില കുറവുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ പഞ്ചസാര എടുത്തു. ഇവിടെ ആക്ച്വലി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് പഞ്ചസാരയ്ക്കാണ് കേട്ടോ. കാരണം നാട്ടിലത്തെ അത്ര മധുരമല്ല ഇവിടുത്തെ പഞ്ചസാരയ്ക്ക്. പിന്നെ ഇതാ ഇവിടുത്തെ അരിയുടെ സെക്ഷനാണ്. നമ്മളുടെ കുത്തരിച്ചോറൊന്നും ഇവിടെ കിട്ടില്ല. നോ ഫ്രിൽസിലൊന്നും കിട്ടില്ല. ചില മലയാളി സ്റ്റോറിലും ശ്രീലങ്കൻ ഷോപ്സിലും ഒക്കെ കിട്ടും. ഇവിടെ ഒന്നും അതിപ്പോൾ ഇല്ല. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെയൊക്കെ സെക്ഷനാണ്. വാങ്ങിക്കത്തില്ലേലും ഞങ്ങൾ ഇതുവഴിയൊക്കെ കറങ്ങി നടക്കും. ഇത് കണ്ടോ, നാരങ്ങ നീരാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി നാരങ്ങ വാങ്ങി ജ്യൂസ് ആക്കുന്നതിലും ലാഭമാണ് കേട്ടോ ഇവിടെ നാരങ്ങ നീരായിട്ട് വാങ്ങിക്കുന്നത്. ഒരാളുടെ ജീവിതം ഈസി ആക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ടോ, നമ്മുടെ തേങ്ങാ വെള്ളം അത് 1/2 ലിറ്ററിൻ്റെ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഉള്ളൂ. സുഖമാണ് ജീവിതം. ഇതെല്ലാം നല്ല ജ്യൂസിൻ്റെയും ബീവറേജസിൻ്റെയും ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ ഇരിക്കണം കൊറോണ. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് 0% ആൽക്കഹോളാണ്, അതായത് നോൺ ആൽക്കഹോളിക് കൊറോണയാണെന്ന്. 2 സാധനങ്ങൾ എടുക്കാൻ വന്നാണ് ഞങ്ങളിപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തു. കറങ്ങി നടക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കാണും. അതൊക്കെ നമ്മൾ പെറുക്കി എടുക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് ബ്രെഡിൻ്റെയും പേസ്ട്രിയുടെയും ഒക്കെ സെക്ഷനാണ്. ഇഷ്ടം പോലെ ഉണ്ട് വെറൈറ്റീസ്. ബ്രെഡ് തന്നെ പല വെറൈറ്റീസിലുണ്ട്. അത് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ കപ്പ് കേക്കാണ് കേട്ടോ ഇതിവിടെ വരുമ്പോൾ അത് മഫിനായി. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ MRP സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഓരോ കടയിലും ഓരോ വിലയായിരിക്കും ഓരോ സാധനങ്ങൾക്ക്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, പാല്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങി. ആക്ച്വലി 5:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടി. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.